എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ, സുഹൃത്ത് പറഞ്ഞാൽ എൻ്റെ പ്രായം തന്നെയാണ്. അപ്പം ഇവന് ഗവൺമെൻറ് ജോലി കിട്ടി. ഇവന് ജോലി കിട്ടിയത് വടക്ക് അറ്റത്തുള്ളൊരു ജില്ലയിലാണ്. അപ്പം ഇവൻ അവിടെ പോയി താമസിച്ച് ജോലി ചെയ്യണം. മാസത്തിലോ ആഴ്ചയിലൊക്കെ വരുള്ളൂ. അങ്ങനെ ആയപ്പോൾ ഇവൻ്റെ അമ്മ നല്ലൊരു സുന്ദരി പെണ്ണാണ്. ആ ജോലി കിട്ടാൻ തന്നെ അവരുടെ കഠിനാധ്വാനം ഉണ്ടെന്ന് അടക്കം പറച്ചിലുണ്ട്. അപ്പോൾ ഇവന് ട്രാൻസ്ഫർ കിട്ടണം എറണാകുളത്തേക്ക്. അങ്ങനെ അവിടുത്തെ ഒരു നേതാവിനോട് പറഞ്ഞു, പാർട്ടിയൊന്നും പറയല്ല, അപ്പം ഭരിക്കണ കക്ഷീൻ്റെ ഒരു നേതാവിനോട് പറഞ്ഞു, ഇങ്ങനെ അവനിങ്ങോട്ട് അങ്ങനെ ഒരു മാറ്റം സംഘടിപ്പിച്ച് കൊടുക്കുക വെച്ച്. അത് പറ്റും, പക്ഷേ അതിന് തിരുവനന്തപുരം വരെ പോകണം. അത് എത്ര വേണമെങ്കിലും ചിലവാക്കാം, നിങ്ങൾ പോയത് ശരിയാക്കുക പറയും. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ല, നീ വരണം, നീ മന്ത്രിനോട് നേരിട്ട് സംസാരിക്കണം, ഞാനൊപ്പം ഉണ്ടാവും. മന്ത്രി ഒരു ഓർഡർ ഇട്ടാൽ പിറ്റേ ദിവസം നിൻ്റെ മോൻ എറണാകുളത്താണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേർത്തിക്കും തിരുവനന്തപുരമൊക്കെ കാണണമെന്നൊക്കെ ഉണ്ട്. ഭർത്താവ് ഒരു ഉണ്ടാവന, അയാളെന്ത് ചെയ്ത് ഇവർ പറഞ്ഞപ്പോൾ അന്ന് ഇങ്ങനെ ഉണ്ടാവും കൂടി പോയിക്കോ പറഞ്ഞു. മൂന്നാളും കൂടി പോയാൽ മൂഞ്ചി പോകുന്ന എന്തൊരു വർത്താനം പറയുകയും ചെയ്ത്. ഇയാൾ പിസ്കനുമാണ്, ഇയാൾ ലേശം അടിക്കണ ആളാണ്, ഭാര്യനെ പേടിയാണ്. 2 ദിവസം അവരിവിടെ ഇല്ലെങ്കിൽ ഇയാൾക്ക് 2 കീറുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ പോയി തിരുവനന്തപുരത്ത് പോയിട്ട് നല്ലൊരു ഹോട്ടലിൽ മുറിയെടുത്തു. നാളെ രാവിലെ മന്ത്രിനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഓടിച്ചെന്നാലൊന്നും കാണാൻ പറ്റില്ല. ആദ്യം പ്രൈവറ്റ് സെക്രട്ടറിനോട് പെർമിഷൻ മേടിക്കണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇയാൾക്ക് 2 ദിവസം അവിടെ നിൽക്കണം. അപ്പോൾ ഈ പെണ്ണോട് എങ്ങനെ എന്തൊരു പരിപാടിനെ പറ്റി ചോദിച്ചല്ല, ബസ്സിൽ സീറ്റിലിരുന്ന് പോയപ്പോൾ ഇയാൾ അവളുടെ കൈയൊക്കെ എടുത്ത് മടിയിലൊക്കെ വെച്ചെന്ന് തടികൊക്കെ കൊടുത്ത് ഉറങ്ങണ പോലെ അവരിരിക്കുന്നുണ്ട്. എന്നാലും കുറേ അധികം യാത്ര ചെയ്യുമ്പോണ്ടല്ലോ ഒരു ഫ്രണ്ട്ഷിപ്പും അടുപ്പമൊക്കെ കൂടുമല്ല. മറ്റാരും ഇല്ലാത്ത അപരിചിതരുടെ ഇടയിൽ കൂടിയാണ് ഈ പോണത്. ഇപ്പോൾ കുറച്ച് ഫ്രീഡം, 2 ഫ്രീ ആയി. അങ്ങനെ ഇവർ റൂം എടുത്ത് കഴിഞ്ഞ് അപ്പോൾ ഇവർ വെച്ച് ഇതൊക്കെ കുറേ പൈസ ആയല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നോക്കണ്ട. അപ്പോൾ ഇയാളാണ് പോക്കറ്റിൽ നിന്ന് പൈസ ഒക്കെ ചിലവാക്കണേ, ഇയാളുടെ ഉദ്ദേശം വേറെ. അപ്പോൾ ഇവർ വെച്ച് എന്നാൽ നമുക്ക് വില കുറഞ്ഞ റൂം എടുത്താൽ പോരായിരുന്ന, ഇന്നൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല റൂമിലല്ലേ ഒരു ദ്വയാർത്ഥം വെച്ച്, നമ്മൾ നല്ലൊരു റൂമിലല്ലേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണ് പോയി കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഇതിനും ഏകദേശം മനസ്സിലായി ഇത് പ്ലാൻ വേറെയാണ്. അപ്പോൾ ഇവർ ബാത്റൂമിൽ തന്നെ നല്ല വൃത്തിയുള്ള പുതിയ സദ്യയൊക്കെ എടുത്തിട്ട് അതിൻ്റെ പുറത്തു കൂടി മാക്സിയൊക്കെ ഇട്ട് വന്നു, പാവാട കെട്ടിയിട്ടില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു, നീ അടിയിലൊന്നും ഇട്ടില്ലേ, വെറും മാക്സി ഉള്ളതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അടിയിലൊക്കെ ഉണ്ട് പറഞ്ഞു. എന്നിട്ട് വന്ന് നോക്കട്ടെ, നിന്നെ ഈ മാക്സി ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ, എന്തൊരു സുന്ദരിയാണ്. ആദ്യമൊന്നും നിന്നെ ഞാൻ മൈൻഡ് ചെയ്യില്ല, ഞാൻ ഇപ്പം ഉണ്ടല്ല പിന്നെ നിന്നെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് നിനക്ക് ഭംഗി കൂടുതൽ കൂടി വരികയാണെന്നൊക്കെ തോന്നണമെന്നൊക്കെ പറഞ്ഞ് പെണ്ണിനെ നേടെ പുകഴ്ത്തി. എന്നിട്ട് തല പിടിച്ച് ഉയർത്തിട്ട് ചുണ്ടാണ് എടുത്ത് ഈമ്പൽ തുടങ്ങി. പെണ്ണ് പുതിയ സദ്യയൊക്കെ ഇട്ട് തന്നെ ഇയാൾ വരുമ്പോൾ ഇത്തിരി സ്റ്റൈലുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഏതായാലും ഇയാൾ മാക്സി തല വഴി ഊരിയെടുത്ത്, പിന്നെ സദ്യയും ബ്രേസിയറും മാത്രമുള്ള ആ ബ്രേസിയറും എടുത്തു കഴിഞ്ഞപ്പോൾ ഈ മറ്റൊക്കെ എട്ടിയാൻ അല്ലാണ്ട് അതുമായി പണിയെടുത്തില്ല. എല്ലാം നല്ല ടോപ്പ് ബാക്കൊക്കെ അത്യാവശ്യമുണ്ട്. ഇയാൾ അവരെ കൊണ്ടൊക്കെ എടുത്ത് നാവും കൊണ്ട് ഇപ്പം രാഷ്ട്രീയക്കാർക്ക് ജനങ്ങളുടെ സൈക്കോളജി നല്ലോണം അറിയും. എങ്ങനെ പുകഴ്ത്തണം, എങ്ങനെ സുഖിപ്പിക്കണം എന്നൊക്കെ അവർക്ക് അറിയാം. അങ്ങനെ നാക്കൊക്കെ കൊണ്ട് ഇതിനായിട്ട് ഭ്രാന്താക്കി. എന്തിന് പറയണം, 2 ദിവസം അവിടെ നിന്നു. എന്നിട്ട് ഇയാളാണ് വന്ന് എന്നോട് ഈ കഥ പറഞ്ഞത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലടാ ഇത് ശരിയാകുമെന്ന്. ഞാൻ എന്തുകൊണ്ട് അവളെ എങ്ങനെ ആഗ്രഹിക്കേണ്ടതെന്നറിയാം. പിന്നെന്താ, ട്രാൻസ്ഫർ ശരിയാക്കി പറഞ്ഞ പോലെയൊക്കെ. പക്ഷെ എന്താ, പിന്നെ ഇവർ തമ്മിൽ പരിപാടി സ്റ്റാർട്ടായി. ആ ഒരു 2 ദിവസം കൊണ്ട് ഇവർ പരിപാടി സ്റ്റോപ്പ് ചെയ്തില്ല. അവരത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നണം.
അപ്പോൾ ഇയാൾ എന്നോട് ഇടക്ക് എന്നെ കൊണ്ട് കള്ളുടിക്കാൻ പോകും. അപ്പോഴാണ് ഇയാൾ ഇതൊക്കെ തുറക്കണേ. എന്നിട്ട് പറയും ഞാൻ ചെയ്തത് സെറ്റാണ് അവിടെ, നരകത്തിൽ പോകുക അതൊക്കെ ചോദിക്കും. ഒലക്കല നരകം അങ്ങനെയൊക്കെ. ഞാനൊക്കെ നരകത്തിൻ്റെ കുണ്ടിലെ തീർന്ന് ഒരിക്കലും പുറത്ത് കിടക്കില്ല. അതെനിക്കറിയാം. നിൻ്റെ പോലെ ഭാഗ്യവൻ ആരാടാണെന്നൊക്കെ ചോദിക്കും. നിൻ്റെ സാധനത്തിന് മേലെ മറുകുണ്ടല്ലടാ എന്നൊക്കെ ചോദിക്കും. എൻ്റെ നല്ല പ്രായം കൂടുതലുണ്ടായേക്കേ. ഇയാൾ കള്ളുഷാപ്പിൽ പോയാൽ ഇയാൾ ഞണ്ട് തിന്നണതാണ് രസം. കാട്ടിച്ച് മുറിച്ച ഒരു സാധനം കളയില്ല. എങ്ങനെയൊക്കെ തിന്നണേ അറിയില്ല. അപ്പോൾ നമസ്കാരം. ഞാൻ അടുത്ത വീഡിയോ നാളെ.